സ്വന്തം നാട്ടിൽ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയുന്ന ഒരു വ്യക്തിയുണ്ട്. കോട്ടയം മുണ്ടക്കയത്ത് AS മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചെയ്യുന്നത് സ്വന്തം നാട്ടിൽ ചുറ്റും ജീവിച്ചിട്ടുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ ആ മരണവാർത്ത, പത്രത്തിൽ വരുന്ന മരണവാർത്തകൾ ചിത്രം സഹിതം വെട്ടിയെടുത്ത് ഇത്തരത്തിലൊരു രജിസ്റ്ററിൽ ഒട്ടിച്ച് സൂക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പോലും മരണപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ഇദ്ദേഹം ഒരു റിട്ടയർഡ് വില്ലേജ് ഓഫീസർ കൂടിയാണ്. ആ വ്യക്തിയാണ് ഇത്തരത്തിൽ മുൻപ് അധികം ആളുകൾ ചെയ്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ഡേറ്റ ശേഖരണം നടത്തുന്നത്. എത്ര വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ ഒരു ശേഖരിച്ചു തുടങ്ങിയത്? ഇന്നത്തെ കാലഘട്ടത്തിൽ മരിച്ചവരെ അന്ന് 10 ദിവസം മാത്രം ഓർക്കുന്ന ഒരു പുതുതലമുറയുടെ കാലഘട്ടമാണ് ഇത്. ഞാൻ ഈ മരണപ്പെട്ട ആൾക്കാരുടെ വാർത്താ ശകലങ്ങൾ വെട്ടിയെടുത്ത് സൂക്ഷിക്കുന്നത്. എൻ്റെ പിതാവ് മരണപ്പെട്ടത് 1990 കോട്ടയം മെഡിക്കൽ കോളേജിൽ വണ്ടി അപകടത്തെ തുടർന്നാണ്. ഞാനൊരു സഹോദരൻ്റെ വീടുകൾ സന്ദർശിച്ചപ്പോൾ ഇന്ന ദിവസമാണ് നിൻ്റെ പിതാവ് മരിച്ചത് എന്നുള്ള ആ വാർത്ത അദ്ദേഹം കാണിച്ചപ്പോൾ എനിക്ക് ഒത്തിരി അത്ഭുതമായി. കണ്ടത് 2015 കാലഘട്ടത്തിലാണ്. അന്നേരപ്പോൾ എനിക്ക് തോന്നി 2015 മുതൽ ഈ മരണപ്പെട്ട എൻ്റെ നാട്ടിൽ മരണപ്പെട്ടു പോയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ താലൂക്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ജന്മസ്ഥലമായ ഈരാറ്റുപേട്ടയിൽ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ആൾക്കാരുടെ പടങ്ങൾ വെട്ടിയെടുത്ത് സൂക്ഷിക്കണം എന്നൊരു ബോധ്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 5ഓളം ബുക്കുകളിലായി ഏകദേശം 7000ഓളം ഈ താലൂക്കിൽ മരണപ്പെട്ട ആൾക്കാരുടെ ചിത്രങ്ങൾ കഴിഞ്ഞ 10 വർഷമായി സൂക്ഷിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഇങ്ങനെ സൂക്ഷിക്കുകയാണ്? അതെ, 10 വർഷമായിട്ട് സൂക്ഷിച്ചു വരുന്നു. ഇത് താങ്കളുടെ താലൂക്കിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഉള്ളവയാണോ പ്രധാനമായും ഇത്തരത്തിൽ സൂക്ഷിക്കുന്നത്? എൻ്റെ താലൂക്കായ കാഞ്ഞിരപ്പള്ളി താലൂക്കിലുള്ള 12 വില്ലേജുകളിൽപ്പെട്ട ആൾക്കാരുടെയും ഉള്ള ചിത്രങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഡേറ്റ കളക്ഷനാണ്. ഇതിനോട് കുടുംബത്തിൻ്റെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കുടുംബത്തിൻ്റെ പ്രതികരണം, മക്കൾക്ക് താല്പര്യമുണ്ട്. നമ്മുടെ കുടുംബിനിക്കൊന്നും വലിയ താല്പര്യമില്ല, ഒരു ആക്രി ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു കളിയാക്കുന്ന രീതിയൊക്കെ ഉണ്ട്. എന്നാലും ചിലപ്പം ചിരിച്ചുകൊണ്ട് പുള്ളിക്കാരിയും ഇതിൻ്റെ കൂടെ പങ്കാളിത്തമാകുന്ന ഒരു സിസ്റ്റം കാണുന്നുണ്ട്. ഇത് വീട്ടിൽ വരുത്തുന്ന പത്രങ്ങളിൽ നിന്നാണോ ഇത്തരത്തിൽ പത്രങ്ങൾ വരുമ്പോൾ ചരമക്കോളം നോക്കുന്നു, സ്വന്തം നാട്ടിൽ നിന്ന് മരണപ്പെട്ട ചിത്രങ്ങൾ വെട്ടിയെടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, സ്വന്തം വീട്ടിൽ വരുന്ന പത്രം ഇതുവരെ ഞാൻ വെട്ടി മാറ്റിയിട്ടില്ല. അത് അതേപടി സൂക്ഷിക്കുകയും ഞാൻ വേറുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പത്രം എടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ തൂക്കി വിലയ്ക്ക് മേടിച്ച് അവരുടെ ആ പത്രം എടുത്ത് അതിൽ നിന്ന് മരണക്കോളത്തിന് ഇപ്പുറ സൈഡിലുള്ള വേറെ അദൃശ്യ മരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഞാൻ വെട്ടി സൂക്ഷിച്ചു വരുന്നത്. അതായത് എന്തെങ്കിലും പ്രത്യേകതകളുള്ള മരണങ്ങളാണോ? പ്രത്യേകതയുള്ള മരണങ്ങൾ അനവധി സൂക്ഷിക്കുന്നുണ്ട്. അത് സൂക്ഷിക്കുന്ന നമുക്ക് ചില ആൾക്കാരുടെ മരണം അറിയാം. ചില ആൾക്കാർ വണ്ടി ഇടിച്ച് ബൈക്ക് തെറ്റി പറഞ്ഞിട്ട് വേറൊരു വണ്ടി വന്ന് മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലൂടെ വായിച്ചിരുന്നു, ഒരു കമ്പി തുളച്ച് കയറി ഒരാൾ മരണപ്പെട്ട ചില വാർത്തകൾ. ചില ഒട്ടകം ഒരാളെ കഴുത്ത് കാല് നീക്കി കാല് വലിച്ചു കീറിയ വാർത്ത. പിന്നെ ആന മതവിളകിയപ്പോൾ ഒരു കാലിൽ പൊക്കി മറ്റേ കാല് വലിച്ചു കീറിയ ദയനീയമായ വാർത്തകൾ. ഇതുപോലുള്ള അതിദയനീയമായ വാർത്തകൾ ഒരു കൂമ്പാരം തന്നെ നമ്മുടെ ശേഖരത്തിലുണ്ട്, സൂക്ഷിക്കാറുണ്ട്. പിന്നെ ലോക നേതാക്കളുടെ ഉണ്ട്, ഓരോ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ മരണപ്പെട്ടു പോയ മുഖ്യമന്ത്രിമാരുടെ ഉണ്ട്, വിമാനാപകടത്തിൽ മരണപ്പെടുത്ത കർണാടക മുഖ്യമന്ത്രിയുടെ ചിത്രമൊക്കെ, ഇതൊക്കെ നമ്മുടെ ശേഖരണത്തിൽ കാണുവാൻ സാധിക്കും. ഏറ്റവും പ്രാധാന്യം നൽകുന്നത് സ്വന്തം നാട്ടിൽ ചുറ്റും ജീവിച്ചിട്ടുള്ള ആളുകൾ മരണപ്പെടുമ്പോഴാണ്. അതെ, സ്വന്തം നാട്ടിലായ നമ്മുടെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത്, എരുമേലി, കോരുത്തോട് ഈ താലൂക്കിലുള്ള മരണപ്പെട്ട ആൾക്കാരുടെ ചിത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. താങ്കളിപ്പോൾ എനിക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഈ രജിസ്റ്റർ ഇത് ഏതാണ്ട് പൂർണ്ണമായി നിറഞ്ഞൊരു അവസ്ഥയിലാണ്. ഇത്തരത്തിൽ എത്ര രജിസ്റ്ററുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്? ഇതുപോലുള്ള 6ഓളം രജിസ്റ്ററുകളുണ്ട്. ഏകദേശം 7000ഓളം വ്യക്തിത്വങ്ങളുടെ പേര്, മരണപ്പെട്ടു പോയ ആൾക്കാരുടെ പേര് വിവരമുണ്ട്. 7000ഓളം ആളുകളുടെ വിവരങ്ങളുണ്ട്. 7000ഓളം പേരുടെ വിവരമുണ്ട്. ഇതിൽ എത്ര ശതമാനം ആളുകളെങ്കിലും താങ്കൾക്ക് നേരിട്ട് അറിയാം, അല്ലെങ്കിൽ നേരിട്ട് ബന്ധമുള്ള ആളുകൾ എത്ര ശതമാനം ഉണ്ടാവും? എനിക്കിതിനകത്തൊരു 20% താഴെയുള്ള ആൾക്കാരുമായിട്ട് നേരിട്ട് പരിചയമുള്ളൂ. ബാക്കി 80% എനിക്ക് പരിചയമില്ലാത്ത വ്യക്തിത്വങ്ങൾ തന്നെയാണ്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട ആളുകളുടെ ചിത്രങ്ങൾ പോലും താങ്കളുടെ കൈവശമുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഉറ്റവരുടെ അല്ലെങ്കിൽ ഉടയവരുടെയൊക്കെ ചിത്രങ്ങൾ കൈവശമില്ലാത്ത മക്കളോ ബന്ധുമിത്രാദികളോ ഒക്കെ അവരുടെ ചിത്രം അന്വേഷിച്ച് താങ്കളെ സമീപിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? കഴിഞ്ഞ ദിവസവും ഒരു വ്യക്തി എൻ്റെ പിതാവിൻ്റെ ചിത്രം ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 ബുക്കുകളും ഇവിടെ വന്ന് പരതി. എന്നപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരനാണ്, ഇതെൻ്റെ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞ ഒരു നല്ല അനുഭവം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആ ചിത്രം ഇതിൽ നിന്ന് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് പോയതും നമുക്കൊരു അവിസ്മരണീയമായൊരു കാഴ്ചയായിരുന്നു.
താങ്കൾ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്ന വില്ലേജ് ഓഫീസർ റിട്ടയർ ആയ വ്യക്തിയാണ്. ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി തുടങ്ങിയത്. അതെ, ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്താണ്. അവിടെ വരുത്തുന്ന പത്രം പോലും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിൽ നിന്ന് അത് വെട്ടി സൂക്ഷിക്കും. ഈ വെട്ടി സൂക്ഷിക്കുന്ന പത്രങ്ങൾ തന്നെ ലാസ്റ്റ് തൂക്കി വിൽക്കും. പിന്നെ നാട്ടിൽ സ്വന്തം വില്ലേജ് ജോലി ചെയ്യുന്ന മരണപ്പെട്ട ആൾക്കാരുടെ ചിത്രങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോഴും ഇതേ രീതിയിൽ തന്നെ തുടർന്നു പോകുന്നു. ഇന്ന് ഈ നിമിഷം വരെ തുടരുന്നുണ്ട്. മുന്നോട്ട് അങ്ങനെ തന്നെ പോകാൻ തീർച്ചയായിട്ടും നമ്മുടെ കൈക്ക് സ്വാധീനമുള്ളിടത്തോളം കാലം ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്താണെങ്കിലും വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. AS മുഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം സ്വദേശിയാണ്. വില്ലേജ് ഓഫീസറായി റിട്ടയറായ 1 വർഷം മുമ്പ് ജോലിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ്. ജോലിയിൽ തുടരുമ്പോഴും ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുകയും കൃത്യമായി തന്നെ അത് ചെയ്തു പോരുകയും ചെയ്തിരുന്നു. നിലവിൽ ഏതാണ്ട് 5-ലധികം രജിസ്റ്ററുകൾ ഇത്തരത്തിൽ പൂർണ്ണമായി നിറഞ്ഞ അവസ്ഥയിലാണ്. സ്വന്തം നാട്ടിൽ, അതായത് കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ മുണ്ടക്കയത്തൊക്കെ മരണപ്പെടുന്ന ആളുകളെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ കാണുമ്പോൾ അത് വ്യക്തിപരമായി ബന്ധമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും സ്വന്തം നാട്ടുകാരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത്തരം വാർത്തകൾ, പത്ര കട്ടിങ്ങുകൾ അവരുടെ ചിത്രം സഹിതം വെട്ടിയെടുത്ത രജിസ്റ്ററുകളിൽ ഒട്ടിച്ച് സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം ചെയ്തു വരുന്നത്. ഔദ്യോഗിക ജോലി തിരക്കുകൾക്കിടയിലും ഇദ്ദേഹം അതിന് സമയം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ 1 വർഷമായി ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് ഇപ്പോഴും അത് തുടർന്നു പോവുകയാണ്. എന്താണെങ്കിലും വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് AS മുഹമ്മദ്. കോട്ടയം മുണ്ടക്കയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.